നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ സെറ്റപ്പ് നമുക്ക് നോക്കാം. വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത്, എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ ഇൻട്രാഡേയിൽ സംഭവിച്ച് നമുക്ക് നോക്കാം. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. 5 മിനിറ്റിൽ നിഫ്റ്റിയിൽ സംഭവിച്ച് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവൽ ഓപ്പൺ ചെയ്താൽ സഡൻ ഫാളിനുള്ള ഒരു സാധ്യത ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ സംഭവിക്കുമെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നതാണ്. ഈ ഒരു ലെവലിൽ തന്നെ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്കുള്ള അവസരമായിരുന്നു ഈ ഒരു ലെവലിലെ ഓപ്പണിംഗ്. അതുപോലെ തന്നെ 24,810-765 സപ്പോർട്ട്, ഈ ഒരു സപ്പോർട്ടാണ് ലോവർ ലെവൽ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് പ്രത്യേകം നമ്മൾ മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ പ്രത്യേകം നൽകിയിരുന്നു. അതായത് മാർക്കറ്റിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് കൺസോൾട്ടേഷൻ മാർക്കറ്റാണ്. കൺസോൾട്ടേഷൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഹൈയിൽ നിന്ന് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരും, നല്ല സപ്പോർട്ടിന് ബൗൺസ് ചെയ്യും, നല്ല റെസിസ്റ്റൻസിന് ഫാൾ വരും. നിഫ്റ്റി കുറച്ച് സമയം ഇതേ രീതിയിൽ ഇതാണ് നമ്മൾ ഈ ആഴ്ച തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നത്. മാർക്കറ്റ് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടല്ല നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. കാരണം മാർക്കറ്റിന്റെ സിറ്റുവേഷൻ ബോത്ത് സൈഡിലേക്ക് മൂവ്മെന്റ് ചെയ്തിട്ടല്ല നമ്മളിത് സൂചിപ്പിക്കുന്നത്. മാർക്കറ്റ് ഇങ്ങനെ വരുന്നതിനെക്കാട്ടി മുൻപ് തന്നെ നമ്മളത് സൂചിപ്പിച്ചിരുന്നതാണ്. ഇതേ രീതിയിലാണ് മാർക്കറ്റ് ആകാനുള്ളൊരു സാധ്യത. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ പ്ലാൻ നൽകുന്നത്. ഓരോ ദിവസവും ഹയർ ലെവൽ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഷോർട്ട് സെല്ലിനും ലോവർ ലെവൽ സപ്പോർട്ടിന്റെ അടുത്ത് ബൈക്കും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാനായിട്ട്. ഈ ഒരു സപ്പോർട്ടിന്റെ താഴെ ലോവർ ലെവലായാലും നമ്മൾ ഇനി ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ പറയുന്ന ഈ ഒരു സപ്പോർട്ടിന്റെ താഴത്തേക്ക് ക്ലോസിംഗ് ലെവൽ നിലനിർത്തി കഴിഞ്ഞാൽ ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് മാറും. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലും ഒരു ദിവസം ക്ലോസ് ചെയ്ത ഡെയിലി ഞാൻ ക്ലോസ് ചെയ്ത ഈ ഒരു കൺസോൾട്ടേഷൻ ട്രെൻഡ് മാറും. അപ്പൊ ഈ ഒരു ട്രെൻഡ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് പറയുന്നത്. മാർക്കറ്റ് ബോത്ത് സൈഡിലേക്ക് മൊമെന്റം കഴിഞ്ഞ എല്ലാ ദിവസത്തെ വീഡിയോസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ബോത്ത് സൈഡിലേക്ക് മൊമെന്റത്തിന് ഒരു സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് നിഫ്റ്റി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വിക്കായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സേഫ് ആണ്. അതേസമയം വെച്ചിരുന്നാൽ കാരണം നമ്മൾ ഈ ഒരു ലെവലിലൊക്കെ പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്താൽ ക്വിക്കായിട്ട് അത് ഫാൾ വരും. കാരണം അത് അങ്ങനത്തെ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് അങ്ങനത്തെ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്. പ്യൂർലി ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പൊസിഷനിലെ വ്യൂ നമ്മൾ കുറച്ച് ദിവസത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് തരാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിഫ്റ്റി ആയാലും ലോവർ ലെവല് മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യുന്നതും ഹയർ ലെവല് മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസിൽ നിന്ന് ഫാള് വരുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. മാനേജ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയുള്ള ഒരാൾക്ക് കൃത്യമായിട്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിയുടെ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് സപ്പോർട്ട് ലെവലുകൾ നോക്കാം. നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിഫ്റ്റിനെയും കൃത്യമായിട്ട് മാനേജ് ചെയ്യാനൊക്കെ റൈറ്റ് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്നുള്ള എൻട്രി അല്ലെങ്കിൽ സപ്പോർട്ടിന്റെ അടുത്തുനിന്നുള്ള ബൈർ ഓപ്പർച്യൂണിറ്റി, ഇത് മാത്രമാണ് വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും മാർക്കറ്റിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് നിലനിർത്താനായിട്ട് സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഒരു കറണ്ട് ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് റെസിസ്റ്റൻസ് കാണുന്നത്, ഹയർ ലെവൽ റെസിസ്റ്റൻസ് കാണുന്നത് 24,950 ആണ്. 24,950 25,950 താഴെയുള്ള ഒരു ഓപ്പണിംഗ്, ഇൻ കേസ് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്തെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു ടൈം ഫ്രെയിമിൽ ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നല്ല സപ്പോർട്ട് കാണുന്നത് 24,685 ആണ്. 24,685. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യുക. റൈറ്റ് എൻട്രി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വൈഡ് എൻട്രിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റെസിസ്റ്റൻസിന്റെ അടുത്തുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 24,950 മുകളിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ടൈം ഫ്രെയിമിൽ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഉണ്ട് 25,060. 25,060 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെയിം കാനലിൽ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവലിൽ വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് കാണുന്നില്ല. അതുകൊണ്ട് ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി ഇതിന് താഴെ വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് എൻട്രി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഏതെങ്കിലും റേഞ്ച് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. റൈറ്റ് എൻട്രി സപ്പോർട്ടിൽ നിന്നോ റെസിസ്റ്റൻസിൽ നിന്നോ ലഭിക്കും.
ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 24,685. ഇന്ന് ഓപ്പൺ ചെയ്ത പോലെ സപ്പോർട്ടിന് ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാൾ മാർക്കറ്റിൽ കിട്ടും. ചെറിയ ടൈം ഫൈല ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവൽ മാനേജ് ചെയ്യേണ്ട രീതി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ലെവൽ കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലെവലാണ് വരുന്നത്. കാരണം ആ ഒരു കൺസോൾട്ടേഷൻ ലെവലിന്റെ ഒക്കെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ടുകളൊക്കെയാണ് ഈ ഒരു ലെവൽ വരുന്നത്. 24,530. ഇൻ കേസ് 24,530 താഴത്തേക്ക് പോയാൽ 530 മുകളിൽ പോയി കഴിഞ്ഞാൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. അപ്പോഴാണ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു റേഞ്ച് നൽകിയിരിക്കുന്നത് ഏരിയ ഷോർട്ട് സെല്ല് കുറച്ച് റിസ്ക് ആണ്. 24,500 ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ ടാർഗറ്റ് ക്വിക്കായിട്ട് പ്രോഫിറ്റ്, കാരണം തൊട്ടടുത്താണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. 24,500 താഴെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 24,460 ഇതിന്റെ ഒരു താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ക്വിക്കായിട്ട് 460 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ക്വിക്കായിട്ട് നടത്തണം. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഈ ഒരു ലെവലൊക്കെയാണ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 500 താഴെ സസ്റ്റെയിൻ ചെയ്ത ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്ക് മാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. മെയിൻ ആയിട്ടുള്ള സപ്പോർട്ടിനെല്ലാം ബൈക്കാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. ഇൻ കേസ് ബിറ്റ്വീൻ ഏതെങ്കിലും ഈ റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. കൃത്യമായിട്ടുള്ള എൻട്രി റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ചായിരിക്കും ലഭിക്കുന്നത്. നിഫ്റ്റിയിലെ ഇതര സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസങ്ങൾ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.